അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ വിധികർത്താക്കളെ, സ്നേഹിതരെ, ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരുമിച്ച് നിൽക്കുന്നു. കുടുംബത്തിൽ പ്രാർത്ഥനയുടെ ഉറച്ച ബലിപീഠം പണിയുമ്പോൾ നമ്മുടെ വീടുകളിൽ വിശ്വാസവും സ്നേഹവും വളരും. വിശ്വാസവും സ്നേഹവും വളരുമ്പോൾ പ്രത്യാശയുള്ളവരായി തീരും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ നടുവിൽ ഞാനുണ്ട്. പരിശുദ്ധാത്മാവിന് കുടുംബത്തിൽ ആശ്വാസവും സ്നേഹത്തിന്റെ ആത്മാവും കൊണ്ടുവരാൻ കഴിയും. കുടുംബ പ്രാർത്ഥനയ്ക്ക് പിരിമുറുക്കം ലഘൂകരിക്കാനും കുടുംബത്തിന് ശ്വാസതമായ സന്തോഷം നൽകാനും കഴിയും. അത് കുടുംബത്തിലെ എല്ലാവരെയും കൂടുതൽ ദയയും ക്ഷമയും വിനയമുള്ളവരായി മാറാൻ സഹായിക്കുന്നു. കുടുംബ പ്രാർത്ഥനയുടെ ഫലമായി തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഉദാഹരണത്തിന്, ദാവീദ് മുട്ടിപ്പായി പ്രാർത്ഥിച്ചത് മൂലം ദൈവം ദാവീദിനോട് കൽപ്പിച്ചു, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ദാവീദിന്റെ വംശാവലിയിൽ നിന്നും ലോകരക്ഷകനായ ക്രിസ്തു ജനിച്ചു. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ അവർ പോകേണ്ടുന്ന വഴിയിൽ പരിശീലിപ്പിക്കാൻ കുടുംബ പ്രാർത്ഥനകൾക്ക് സാധിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നീ അവയെ നിങ്ങളുടെ മക്കളെ ശ്രദ്ധയോടെ പഠിപ്പിക്കുകയും വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ജീവിതത്തിന്റെ നിർണായകവും പരീക്ഷണാത്മകവുമായ സമയങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ ആശ്രയിക്കേണ്ടതില്ല. മറിച്ച് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത്. ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവം യഥാർത്ഥവും ശക്തനും സ്നേഹവുമാണെന്ന് മനസ്സിലാക്കാൻ കുട്ടികളെ സഹായിക്കുന്നു. നാം ദൈവത്തെ കണ്ടുമുട്ടുകയും അവനെ ക്ഷണിക്കുകയും അവന് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഉയർന്ന ഭക്തിയുള്ള സ്ഥലമാണ് കുടുംബം. അവന്റെ രാജ്യത്തിന് സാക്ഷികളാകാനും ഉയർത്തിപ്പിടിക്കാനും ഒരു കുടുംബം എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനാൽ ഊർജിതരാകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ, അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോട് സംസാരിച്ചു. പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും മനസ്സിലാക്കാനും കുടുംബ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. കുടുംബത്തിൽ ശക്തിയും സഹിഷ്ണുതയും ഉണ്ടായിരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന കണ്ണിയാണ് പ്രാർത്ഥന. പ്രാർത്ഥന ആളുകളെ ദൈവത്തിലേക്ക് നയിക്കുന്നു. പ്രാർത്ഥന കുടുംബത്തെ ഏകീകരിക്കുകയും ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മാത്രമേ ഇരുണ്ടതും ആശയക്കുഴപ്പം നിറഞ്ഞതുമായ ലോകത്തെ ദൈവത്തിനൊരു സാക്ഷിയാകാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ, നാം എല്ലായ്പ്പോഴും പ്രാർത്ഥനയിലും വചനത്തിന്റെ ശുശ്രൂഷയിലും നമ്മെ തന്നെ അർപ്പിക്കണം. യഥാർത്ഥ പ്രാർത്ഥന ഒരു നല്ല ശീലമാക്കുക. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായി ആശയവിനിമയം നടത്തുന്നു. നാം അവനെ സ്തുതിക്കുന്നു, അവനെ ആരാധിക്കുന്നു, അവന്റെ പ്രവൃത്തികൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നു. ഒരു കുടുംബം എന്ന നിലയിൽ പ്രാർത്ഥിക്കുക എന്നത് എത്ര മഹത്തായ മാതൃകയാണ്. കുടുംബ പ്രാർത്ഥനയിൽ നാം ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്നു. ഈ പ്രക്രിയയിൽ കുടുംബബന്ധം ദൃഢമാകുന്നു. വേദനകൾ സുഖപ്പെടുകയും ഐക്യം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. കുടുംബം ഒരു ഗാർഹിക സഭയാണ്. ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് കുടുംബം. നാം കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ദൈവവുമായി അടുപ്പം വളർത്തുന്നു. കുടുംബം ദൈവ സാന്നിധ്യത്താലും ആശ്വാസകരമായ സ്നേഹത്താലും സമ്പന്നമാകുന്നു. ഇത് കുടുംബത്തിലെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ബന്ധം മെച്ചപ്പെടുത്തുന്നു. കുടുംബത്തിലെ ആശയവിനിമയത്തെ ശക്തിപ്പെടുത്തുന്നു. കുടുംബ പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് പരസ്പരം സംസാരിക്കുന്നു. കുടുംബ പ്രാർത്ഥനയിലൂടെ പ്രത്യാശയും വിശ്വാസവും സ്നേഹവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.